بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد السلام عليكم ورحمة الله. بسم الله الحمد لله رب العالمين والصلاة والسلام على رسول الله. ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫാത്തിമ ബിൻത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ ഫാത്തിമ, അവരുടെ ചരിത്രമാണ്. മഹാനായ അലി സൈനുൽ ആബിദീൻ റഹിമഹുള്ളയുടെ സഹോദരിയാണ് ഫാത്തിമ. ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ ഉമ്മു ഇസ്ഹാഖ് ബിൻത് ത്വൽഹ. ഹിജ്റയുടെ 40 മദീനയിലാണ് അവരുടെ ജനനം. അവർ വഖാനത്ത് ആലിമ, നല്ല ഇൽമുള്ള, നല്ല അറിവുള്ള സ്ത്രീയായിരുന്നു. അതുപോലെ തന്നെ മുഹദ്ദിസ, ഹദീസിന്റെ വിഷയത്തിൽ നല്ല ആഴത്തിൽ അറിവുള്ള സ്ത്രീയായിരുന്നു അവരെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അവരുടെ ഭർത്താവ് അബു മുഹമ്മദ് അൽ ഹസൻ അൽ മുസന്ന അൽ ഹസൻ ഇബ്നു അലി, ഹസൻ അബു മുഹമ്മദ് എന്ന കുഞ്ഞയത്തിൽ അറിയപ്പെട്ട ഹസനുൽ മുസന്ന, അദ്ദേഹമായിരുന്നു അവരുടെ ഭർത്താവ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അവരുടെ വഫാത്തിന് ശേഷം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൗത്രൻ അബ്ദുല്ലാഹി ഇബ്നു അംർ, അവർ ഫാത്തിമ ബിൻത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവര് രണ്ടുപേരും മരണപ്പെട്ടതിന് ശേഷം പിന്നീട് വിധവയായിക്കൊണ്ട് ജീവിക്കാൻ, മക്കളെ പരിചരിച്ചുകൊണ്ട് ജീവിക്കാനായിരുന്നു അവരുടെ തീരുമാനം എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അവരുടെ മക്കൾ അബ്ദുള്ള, ഇബ്രാഹിം, ഹസനുൽ മുസല്ലസ്, സൈനബ്, ഉമ്മു കുൽസൂം, അതുപോലെ തന്നെ ഉപ്പയുടെ സഹോദരൻ നമുക്കറിയാം മഹാനായ ഹസൻ ഇബ്നു അലി. ഹുസൈൻ റളിയല്ലാഹു തന്റെ മകളാണ്, സഹോദരൻ ഹുസൈൻ റളിയല്ലാഹു തന്റെ സഹോദരനാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹു. ഒരുപാട് മഹത്വങ്ങളുള്ള മഹദിയാണ് ഫാത്തിമ. അവരെ ഭർത്താവ് വിവാഹം അന്വേഷിക്കുന്ന ഒരു രംഗം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഹസൻ, അബു മുഹമ്മദ് ഹസൻ, അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു തന്റെ അരികിലേക്ക് വന്ന് വിവാഹം അന്വേഷിക്കുന്നു. ആ വിവാഹാന്വേഷണം നടത്തുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്റെ 2 മക്കളിൽ ആരെയാണ് നീ വിവാഹം അന്വേഷിക്കുന്നത്? അഥവാ ഫാത്തിമയുണ്ട്, സുക്കൈനയുണ്ട്, ഇതിൽ ആരെയാണ് വിവാഹം അന്വേഷിക്കുന്നത്? എന്നാൽ മൗനമായിരുന്നു അബു മുഹമ്മദ് അൽ ഹസൻ ഇബ്നു ഹസൻ, അദ്ദേഹത്തിന്റെ മറുപടി. അദ്ദേഹം പുഞ്ചിരി തൂകി മൗനം പാലിച്ചുകൊണ്ട് നിന്നു. ആ നാണം തിരിച്ചറിഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ എന്റെ പെൺമക്കളിൽ ഫാത്തിമയെ നീ വിവാഹം കഴിക്കുക. കാരണം എന്റെ ഉമ്മ ഫാത്തിമയോട് രൂപസാദൃശ്യമുള്ളത് എന്റെ മകൾ ഫാത്തിമക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ, കരളിന്റെ കഷ്ണം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അവരോട് രൂപസാദൃശ്യമുണ്ടായിരുന്ന മകളായിരുന്നു ഫാത്തിമ ബിൻത് ഹുസൈൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ആ വിവാഹം നടന്നു. പിന്നീട് ഇസ്ലാമിലെ ചരിത്ര പ്രസിദ്ധമായ കർബല, ആ കർബലക്ക് സാക്ഷ്യം വഹിക്കാൻ അവർക്ക് സാധിച്ചു. അവർക്ക് ആ കരിദിനം, ആ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ആ കർബലയുടെ ചരിത്ര സംഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. കർബല ഒരു വിശാലമായ ചരിത്രമാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ട, നബി കുടുംബത്തിലെ 18 പേർ രക്തസാക്ഷികളായ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 72 പേർ കൊല ചെയ്യപ്പെട്ട കർബലയുടെ നാളുകൾ. ഹുസൈൻ റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ കർബുൻ വബലാഉൻ, കടുപ്പമേറിയ, കാഠിന്യം നിറഞ്ഞ, പരീക്ഷണം നിറഞ്ഞ
കർബല. ആ കർബലയിൽ തന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ കൊല ചെയ്യപ്പെടുന്നത് കാണേണ്ടി വന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവർക്ക്. അലി സൈനുൽ ആബിദീൻ ഒടിച്ചുള്ള അവരുടെ സഹോദരങ്ങൾ, അവരുടെ പിതാവിന്റെ സഹോദരങ്ങൾ, അവരുടെ കുടുംബത്തിലെ നബി കുടുംബത്തിലെ ധാരാളം ആളുകൾ അവരെ അറുകൊല നടത്തുന്ന രംഗം കണ്ട് പിന്നീട് മരണം വരെ അതിന്റെ പ്രയാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഹിജ്റയുടെ 61 മുഹറം 10 കർബല അരങ്ങേറുന്നത്. മുഹറം 11 സിറിയയിലേക്ക് അവരും അവരുടെ സഹോദരി സുക്കൈനയും സിറിയയിലേക്ക് അവരെ കൊണ്ടുവരപ്പെട്ടു. ആ പോകുന്ന വഴിയിൽ കൂഫക്കാരോട് ഏറ്റവും ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന ഫാത്തിമ ബിൻത് ഹുസൈൻ അവരെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. കൂഫക്കാരെ, നിങ്ങൾ ഇത് കുതന്ത്രങ്ങളുടെ നാടാണ്, വഞ്ചനയുടെ നാടാണ്. നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നത് നബി കുടുംബത്തെയാണ്. ഞങ്ങൾക്ക് നിങ്ങളൊരു പരീക്ഷണമാണ്, നിങ്ങൾക്ക് നബി കുടുംബം ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അക്രമികളാണ്, അള്ളാഹുവിന്റെ ശാപം അക്രമികളുടെ മേലുണ്ടാകും എന്നിങ്ങനെ ശക്തമായ ഭാഷയിൽ കൂഫക്കാരെ താക്കീത് നൽകുന്ന ഫാത്തിമ ബിൻത് അൽ ഹുസൈൻ അവരെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പിന്നീട് സുക്കൈനയെയും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെയും യസീദ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരുന്നു. യസീദിന്റെ മുന്നിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന ഫാത്തിമ ബിൻത് അൽ ഹുസൈനിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ചോദിക്കുന്നു, യസീദ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പൗത്രിമാർ യുദ്ധത്തടവുകാരായി ബന്ദികളായി പിടിക്കപ്പെടാൻ പാടുണ്ടോ? യസീദിന്റെ മറുപടി, ഇല്ല, അവരെ ബന്ദികളാക്കാൻ പാടുള്ളതല്ല, അവർ സ്വതന്ത്രരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ തിരിച്ചയക്കുന്നു. നിങ്ങൾ മാന്യന്മാരാണ്, നിങ്ങൾ യുദ്ധത്തടവുകാരല്ല, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞ് യസീദ് അവരെ തിരിച്ചു മദീനയിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിക്കുകയാണ്. ഷാമിൽ നിന്ന് മദീനയിലേക്ക് ഒരുപാട് ദൂരത്തെ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വസ്തനായ ഒരാളെ ആ യാത്രയിൽ അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് യസീദ് കൂടെ അയക്കുന്നു. നബി കുടുംബം സുഖൈന ബിൻത് അൽ ഹുസൈൻ, ഫാത്തിമ ബിൻത് അൽ ഹുസൈൻ, അവർ രണ്ടുപേരും അതുപോലെ തന്നെ നബി കുടുംബത്തിലെ ചില സ്ത്രീകളും അവർ മദീനയിലേക്ക് എത്തുന്നു. മദീനയിൽ എത്തിയതിനു ശേഷം ഫാത്തിമ സുഖൈനയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് വഴി കാണിച്ച, നമുക്ക് സംരക്ഷണം നൽകിയ ആ മനുഷ്യന് വല്ലതും നമ്മൾ സമ്മാനമായി നൽകേണ്ടതില്ലേ? നമ്മുടെ കൈകളിലുള്ള ആഭരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് അവരുടെ ആഭരണങ്ങൾ ആ മനുഷ്യന് നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ദുനിയാവ് മോഹിച്ചാണ് ഞാൻ ഇത് ചെയ്തത് എങ്കിൽ നിങ്ങളുടെ സമ്മാനം, നിങ്ങൾ നൽകുന്ന ഈ ആഭരണങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഞാനിത് ചെയ്തിട്ടുള്ളത് ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടല്ല, ഇത് അള്ളാഹുവിന്റെ പ്രതിഫലം കുറിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടുപ്പമാണ് ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നത് എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ സമ്മാനം നിരസിച്ചുകൊണ്ട് തിരിച്ച് ഷാമിലേക്ക് പോയി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. പിന്നീട് ഭർത്താവ് ഹസനുൽ മുസന്നയുടെ കൂടെ അവർ കഴിഞ്ഞു. അവരുടെ വഫാത്തിന് ശേഷം മറ്റൊരു വിവാഹം കൂടെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു അംറിനെ അവർ വിവാഹം കഴിച്ചു. അദ്ദേഹം മരണപ്പെട്ടു. രണ്ട് ഭർത്താക്കന്മാരുടെയും മരണത്തിന് ശേഷം ആ വിയോഗം വലിയ പ്രയാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി. പക്ഷേ തന്റെ മക്കളെ സംരക്ഷിച്ചുകൊണ്ട് ഇനിയൊരു വിവാഹം കഴിക്കാതെ ജീവിക്കാൻ അവർ തീരുമാനിച്ചു. അതിനുശേഷം പിന്നീട് ചരിത്രത്തിൽ ഒരു സംഭവം അരങ്ങേറുകയാണ്. മദീനയിൽ ഉണ്ടായിരുന്ന ഒരു ഗവർണർ അബ്ദുറഹ്മാൻ
ഇബ്നു ദഹാഖ് എന്നു പേരുള്ള ആ മനുഷ്യൻ ഫാത്തിമ ബിൻതൽ ഹുസൈനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം വിവാഹം അന്വേഷിച്ചു, അവർ അത് നിരസിച്ചു. വീണ്ടും ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം വിവാഹം വീണ്ടും അന്വേഷിച്ചു, അവരതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ആ അന്വേഷണം പിന്നീട് താക്കീതായി, അത് ഭീഷണിപ്പെടുത്തലായി, അത് വീണ്ടും മറ്റു ചതിപ്രയോഗങ്ങളിലേക്ക് മാറി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകൻ മദ്യപിച്ചിരിക്കുന്നു, ഫാത്തിമ ബിൻതൽ ഹുസൈന്റെ മകൻ മദ്യപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗവർണർ പിടിച്ചുകൊണ്ടുപോവുകയും മകനെ ശിക്ഷാ നടപടി നടപ്പിലാക്കാൻ ചാട്ടവാറ് കൊണ്ടടിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. മകനെ വിട്ടുകിട്ടണമെങ്കിൽ അവരെ വിവാഹം കഴിക്കണം എന്ന് ഭീഷണി മുഴക്കി. ആ സമയത്ത് ഫാത്തിമ ബിൻത് അൽ ഹുസൈൻ അവർ സാലിം ഇബ്നു അബ്ദില്ല അദ്ദേഹത്തെ അരികിലേക്ക് ചെല്ലുകയും അദ്ദേഹത്തോട് കാര്യം പറയുകയും ചെയ്തു. അദ്ദേഹം ഗവർണറുടെ അരികിൽ ചെന്നു, ഗവർണറെ താക്കീത് ചെയ്തു. പക്ഷേ അയാൾ ആ താക്കീത് ചെവി കൊടുത്തില്ല എന്ന് മാത്രമല്ല, നബി കുടുംബത്തിന് നൽകുന്ന ആദരവുകൾ തള്ളിക്കളയുകയും ചെയ്തു. സാലിം ഇബ്നു അബ്ദില്ലയെ പരിഹസിച്ചു, ആക്ഷേപിച്ചു. സാലിം ഇബ്നു അബ്ദില്ല ഫാത്തിമ ബിൻതൽ ഹുസൈനോട് യസീദിന് കത്തയക്കാൻ ആവശ്യപ്പെടുകയാണ്. ഗവർണർ ചെയ്യുന്ന ഈ ധിക്കാരം, ഗവർണറുടെ ഈ തോന്നിവാസം, അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കത്തയക്കണം എന്നാവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു കത്ത് ഭരണാധികാരി യസീദിന് ഫാത്തിമ ബിൻതൽ ഹുസൈൻ അയക്കുകയാണ്. ആ കത്ത് ലഭിച്ചതും യസീദ് ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളി. അതിശക്തമായ ദേഷ്യം അദ്ദേഹത്തിനുണ്ടായി. നബി കുടുംബത്തെ പ്രയാസപ്പെടുത്തുന്നതിന്റെ നീരസം അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമായി. ഉടനെ തന്നെ അദ്ദേഹം അവിടെ കൂടിയ ആളുകളോട് ചോദിക്കുന്നു, ഇതാ മദീനയിൽ വെച്ചുകൊണ്ട് മദീനയിലെ ഗവർണറെ ശിക്ഷ നടപ്പിലാക്കുകയും അയാളുടെ കരച്ചിൽ ഇങ്ങ് ദിമഷ്കിൽ കേൾക്കുന്ന രൂപത്തിൽ ആ ഗവർണറെ പാഠം പഠിപ്പിക്കാൻ ആർക്ക് കഴിയും? ആർക്കാണ് അങ്ങനെ ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുക? ആളുകൾ പറഞ്ഞു, അബ്ദുൽ വാഹിദ് ഇബ്നു ബിശ്ർ നദിരി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിനെ കൊണ്ട് കഴിയും അത്ര ശക്തമായ ശിക്ഷ നടപ്പിലാക്കാൻ. എങ്കിൽ അദ്ദേഹത്തെ അവിടെ ഗവർണറായി നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കത്തയച്ചു, അദ്ദേഹത്തെ ഗവർണറായി നിശ്ചയിച്ചു. എന്നിട്ട് ആ കത്തിലുള്ളത് 40,000 ദീനാറുകൾ പിഴ ഈടാക്കണം. നബി കുടുംബത്തെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു. ഫാത്തിമ ബിൻതൽ ഹുസൈൻ അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു, അവരെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു ഒരു ഗവർണർ. അതുകൊണ്ട് തന്നെ 40,000 ദീനാറുകൾ പിഴ അടക്കണം. മാത്രവുമല്ല, മദീനയിൽ അയാളെ ശിക്ഷിക്കുന്നതിന്റെ കരച്ചിൽ ഇവിടെ ദമസ്കസിൽ എനിക്ക് കേൾക്കാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് യസീദ് ഒരു കത്തയക്കുകയാണ്. അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി, എത്രമാത്രം നബി കുടുംബത്തിന് അന്നത്തെ ഭരണാധികാരികൾ പ്രാധാന്യം നൽകി, എത്രമാത്രം നബി കുടുംബത്തിന്റെ മഹത്വം അവർ തിരിച്ചറിഞ്ഞു. ആ കത്തുമായി അവിടെ ചെല്ലുകയും പുതിയ ഗവർണറെ തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇതൊക്കെ അറിയിക്കുന്നത് ഫാത്തിമ ബിൻതൽ ഹുസൈന്റെ പ്രത്യേകതയാണ്. വളരെ പ്രായമായി, വാർദ്ധക്യ സമയത്താണ് അവരുടെ മരണം. ഹിജറയുടെ 117 അവർ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ആ സമയത്തും, ആ വാർദ്ധക്യ സമയത്തും ഹിജറയുടെ 61 കർബലയുടെ തീരാ നോവുകൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. വൈജ്ഞാനിക രംഗത്ത് വലിയ സേവനങ്ങൾ, പ്രത്യേകിച്ച് ഹദീസിന്റെ മേഖലയിൽ വലിയ സേവനങ്ങൾ ഫാത്തിമ ബിൻതൽ ഹുസൈൻ അവർ നടത്തിയിട്ടുണ്ട്. ധാരാളം ഹദീസുകൾ പഠിപ്പിച്ച മഹദി കൂടെയാണ് ഫാത്തിമ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൂടുതൽ നബി കുടുംബത്തെ കുറിച്ച് പഠിക്കാനും
അറിയാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.